ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എങ്ങനെയാണ് ഒരു ഓഡിറ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു വെക്കണം, അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അതിൻ്റെ ഫോളോ അപ്പാണ്. ഇനി എന്താണ് ബാക്കി വരുന്നത്? അപ്പോൾ ഇൻസ്ട്രക്ഷൻ ടു ദ ക്ലയൻറ്റ്സ് എന്നുള്ളതാണ് അടുത്ത ടോപ്പിക്. നമ്മളൊരു ഓഡിറ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഓഡിറ്റർ ക്ലയൻറ്റ് മീൻസ് ആ ഒരു ഫേമിന് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും. അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ഓൾറെഡി അറേഞ്ച് ചെയ്ത് വെക്കേണ്ടത്. അതായത് ഓഡിറ്റ് വർക്ക് കണ്ടക്ട് ചെയ്യാനായിട്ട് ഓരോ സ്ഥാപനവും എന്തൊക്കെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കണം, അതിനെ പറ്റിയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ഓഡിറ്റർ ക്ലയൻറ്റ്സിന് കൊടുത്തിട്ടുണ്ടാവും. അത് ഏതൊക്കെയാണെന്നാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. All the vouchers regarding cash and bank transaction should be serially arranged. ഇനി എന്താ പറയുന്നത്? എല്ലാ വൗച്ചേഴ്സും, അതായത് ക്യാഷ്, ബാങ്ക് ട്രാൻസാക്ഷൻ അല്ലേ, ക്യാഷ് ട്രാൻസാക്ഷനും ബാങ്ക് ട്രാൻസാക്ഷനും ഒക്കെ ഉണ്ടായിരിക്കും ഒരു സ്ഥാപനത്തിൽ. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ വൗച്ചേഴ്സും എന്ത് ചെയ്തിട്ടുണ്ടാവണം? സീരിയലി, അതിൻ്റെ സീരിയൽ നമ്പറിൻ്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. പിന്നെ വേണ്ടത് സർട്ടിഫിക്കറ്റ്സ് ഫ്രം ബാങ്ക്സ് ആൻഡ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഷുഡ് ബി കെപ്റ്റ്. ബാങ്കിൽ നിന്നും ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്സ്, അതുപോലെ ബാങ്കിൻ്റെ റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഇതൊക്കെ നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവണം. എ ലിസ്റ്റ് ഓഫ് റിട്ടേൺഡ് ചെക്സ് ഫ്രം ബാങ്ക് ആൻഡ് ക്യാഷ് ഇൻ ട്രാൻസിറ്റ് ഷുഡ് ബി പ്രിപ്പയർഡ്. ഇനി നെക്സ്റ്റ് പറയുന്നത് റിട്ടേൺഡ് ചെക്ക്, ബാങ്കിൽ നിന്ന് റിട്ടേണായി വന്നിട്ടുള്ള ചെക്കിൻ്റെ അതിൻ്റെ ഒരു ലിസ്റ്റ്, അതുപോലെ തന്നെ ക്യാഷ് ഇൻ ട്രാൻസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ബാങ്കിലേക്ക് എത്തിക്കുന്ന, ട്രാവൽ ചെയ്യുന്ന ആ ക്യാഷ്, അതിൻ്റെ ഒക്കെ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. എ ഷെഡ്യൂൾ ഓഫ് ഡെപ്റ്റേഴ്സിൻ്റെ അവരുടെ ഒരു ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യുക. ഏജിങ് ഷെഡ്യൂൾ ഓഫ് ഡെപ്റ്റേഴ്സ്, ലെറ്റർ സെൻറ്റ് ഫോർ ദ കൺഫർമേഷൻ ഓഫ് ബാലൻസ് കൺഫേം ചെയ്യാനായിട്ട് നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുള്ള ലെറ്റേഴ്സ്, ഷെഡ്യൂൾ ഓഫ് ബിൽസ് റിസീവബിൾ അല്ലേ, നമുക്ക് കിട്ടാനുള്ള ബിൽസ് റിസീവബിൾ, ഇതൊക്കെ റെഡി ആയിട്ട് നമ്മൾ സൂക്ഷിച്ചു വെക്കണം. എ ലിസ്റ്റ് ഓഫ് ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ഷുഡ് ബി പ്രിപ്പയർഡ്. നമുക്ക് അറിയാം എല്ലാ സ്ഥാപനങ്ങളിലും ബാഡ് ഡെപ്റ്റ്, ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റിൻ്റെ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഷെഡ്യൂൾ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ആൻഡ് റിസീവബിൾ ഷുഡ് ബി പ്രിപ്പയർഡ്. ഇനി നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഷെഡ്യൂള്, ഇൻട്രസ്റ്റ് റിസീവ്ഡും അതുപോലെ തന്നെ റിസീവബിളും, കിട്ടിയതും കിട്ടാനുള്ളതും, ഇതൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഷെഡ്യൂൾ ഓഫ് ഫിക്സഡ് അസറ്റ്, നമ്മളുടെ ഫിക്സഡ് അസറ്റിൻ്റെ ഒരു ഷെഡ്യൂൾ ഉണ്ടായിരിക്കണം. അതിൽ ഓപ്പണിംഗ് ബാലൻസ് കാണിക്കണം, നമ്മൾ എന്തെങ്കിലും അഡീഷണലായിട്ട് എന്തെങ്കിലും പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, ഡിസ്പോസൽ അത് വിറ്റിട്ടുണ്ടെങ്കിൽ അത്, റിപ്പയേഴ്സോ ഡിപ്രീസിയേഷൻ, ഇതൊക്കെ അതിൽ കാണിച്ചിട്ടുണ്ടായിരിക്കണം. ഒറിജിനൽ ലിസ്റ്റ് ഓഫ് ഇൻവെൻട്രീസ് വിത്ത് ദ ഡീറ്റെയിൽസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ലൊക്കേഷൻ ആൻഡ് ലിസ്റ്റ് ഓഫ് ഷോയിങ് വാല്യുവേഷൻ ഓഫ് ഇൻവെൻട്രീസ്. ഇനി ഇൻവെൻട്രീസിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാവണം. അതിൽ ഡീറ്റെയിൽസ് ഓഫ് ക്ലാസിഫിക്കേഷൻ, ഇൻവെൻട്രീസിൻ്റെ ക്ലാസിഫൈഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഏതൊക്കെയാണെന്നുള്ളതും ഏതൊക്കെ ലൊക്കേഷനിലാണെന്നുള്ളതും, അതുപോലെ തന്നെ ഇൻവെൻട്രീസിൻ്റെ വാല്യുവേഷൻ്റെ ലിസ്റ്റും ഇതൊക്കെ ഉണ്ടാവണം. ഷെഡ്യൂൾ ഓഫ് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, അക്രൂഡ് ഇൻകം ഷുഡ് ബി കെപ്റ്റ് റെഡി. ഇനി ചെയ്യേണ്ടത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, നമ്മളിനി കൊടുത്തു തീർക്കാനുള്ള എക്സ്പെൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, അക്രൂഡ് ഇൻകം നമുക്ക് കിട്ടാൻ എന്തെങ്കിലും ഇൻകം ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെയൊക്കെ ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യണം. സർട്ടിഫൈഡ് കോപ്പീസ് ഓഫ് ബ്രാഞ്ച് അക്കൗണ്ട്സ് ഇഫ് എനി ഷുഡ് ബി കെപ്റ്റ്. ബ്രാഞ്ച് അക്കൗണ്ട്സിൻ്റെ സർട്ടിഫൈഡ് കോപ്പീസ് അതുണ്ടെങ്കിൽ അതും കീപ്പ് ചെയ്യണം. ഡീറ്റെയിൽസ് ഓഫ് ആക്ച്വൽ എക്സ്പെൻസ് ഇൻകേർഡ് അല്ലേ, നമുക്ക് എത്രത്തോളം എക്സ്പെൻസ് വന്നു, അതുപോലെ തന്നെ നമ്മൾ അടച്ച ടാക്സിൻ്റെ ഡീറ്റെയിൽസ്, ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എത്രത്തോളം നമുക്ക് വന്നിട്ടുണ്ട്, ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് കീപ്പ് ചെയ്യാം. ബോറോയിങ് ഓഫ് ദ കമ്പനി അല്ലേ, ഇനി നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ കമ്പനി ബോറോയിങ്സ് ചെയ്തിട്ടുണ്ടാവും അല്ലേ, എപ്പോഴും നമ്മളുടെ ഓൺ ഫണ്ടൊന്നും ആയിരിക്കില്ല, നമ്മൾ ബോറോ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കണം. അതിൽ പ്ലഡ്ജും ഹൈപ്പോത്തിക്കേഷൻസ്, അതുപോലെ സെക്യൂർഡ് അൺസെക്യൂർഡ് ലോൺസ്, ഇതിൻ്റെ ഒക്കെ ഒരു ഡീറ്റെയിൽസ് ഉണ്ടാവണം. കോപ്പീസ് ഓഫ് കോൺട്രാക്റ്റ്, ലീസ് ആൻഡ് എഗ്രിമെൻറ്റ് ഷുഡ് ബി കെപ്റ്റ് റെഡി. ഇനി നമ്മൾ എൻട്രി ചെയ്ത് എന്തെങ്കിലും കോൺട്രാക്റ്റിൽ കരാർ ഒപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത്, എന്തെങ്കിലും ലീസ് അതുപോലെ എഗ്രിമെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോപ്പി ഉണ്ടാവണം. നെയിം ആൻഡ് അഡ്രസ് ഓഫ് മാനേജിംഗ് ഡയറക്ടർ ആൻഡ് മാനേജർ ഷുഡ് ബി കെപ്റ്റ് റെഡി. ഇനി നമ്മളുടെ മാനേജിംഗ് ഡയറക്ടറുടെയും അതുപോലെ മാനേജേഴ്സിൻ്റെയും അവരുടെ പേരും അവരുടെ അഡ്രസ്സും.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം, ഓരോ ഫേമും മീൻസ് ക്ലയൻറ്റ്, ഓഡിറ്ററുടെ ക്ലയൻറ്റും ഇത്രയും കാര്യങ്ങൾ റെഡിയാക്കി വെക്കണം. എന്തിനു മുന്നേ? ഓഡിറ്റിംഗ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ടത്. ഏതൊക്കെയാണ്? ക്ലയൻറ്റ് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ, അതായത് ഇത്രയും കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കണം എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ഓരോ ഓഡിറ്ററും ക്ലയൻസിന് കൊടുക്കാറുണ്ട്. സോ ഫസ്റ്റ് വൺ പറയുന്നത് ക്യാഷ് ബാങ്ക് ട്രാൻസാക്ഷൻസിൻ്റെ ഒക്കെ വൗച്ചേഴ്സ് അത് സീരിയലി അറേഞ്ച്ഡ് ആയിരിക്കണം. പിന്നെ ബാങ്കിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ്സ്, ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ്, ബാങ്ക് റിട്ടേൺ ചെയ്തിട്ടുള്ള ചെക്സ്, ക്യാഷ് ഇൻ ട്രാൻസിറ്റിൻ്റെ ലിസ്റ്റ്, ഡെപ്റ്റേഴ്സിൻ്റെ ഷെഡ്യൂൾസ്, അതുപോലെ തന്നെ ഏജിങ് ഷെഡ്യൂൾ ഓഫ് ഡെപ്റ്റേഴ്സ്, ലെറ്റർ സെൻഡ് ഫോർ ദ കൺഫർമേഷൻ ഓഫ് ബാലൻസ്, പിന്നെ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റിൻ്റെ ലിസ്റ്റ്, ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും ഇൻട്രസ്റ്റ് കിട്ടിയതിൻ്റെയും കിട്ടാനുള്ളതിൻ്റെയും ഷെഡ്യൂള്, ഫിക്സഡ് അസറ്റ് അതിൽ ഓപ്പണിംഗ് ബാലൻസ് വേണം, അഡീഷൻസ്, ഡിസ്പോസൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിപ്രിസിയേഷൻ ഒക്കെ കാണിക്കണം. പിന്നെ ഇൻവെൻട്രീസിൻ്റെ ലിസ്റ്റ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, അതിൻ്റെ ലൊക്കേഷൻ കാണിക്കണം. പിന്നെ വാല്യുവേഷൻ ഡീറ്റെയിൽസ് ഒക്കെ അതിൽ ഉണ്ടാവണം. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, അക്രൂഡ് ഇൻകം അതൊക്കെ അതിൽ കാണിച്ചിട്ടുണ്ടാവണം. ബ്രാഞ്ച് അക്കൗണ്ട്സിൻ്റെ സർട്ടിഫൈഡ് കോപ്പീസ്, ആക്ച്വൽ എക്സ്പെൻസ്, അതുപോലെ ടാക്സ് അടച്ചതിൻ്റെ ഡീറ്റെയിൽസ്, ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് വേണം. കമ്പനിയുടെ ബോറോയിങ്സ് ഇൻക്ലൂഡിങ് പ്ലെഡ്ജ്, ഹൈപ്പോത്തിക്കേഷൻ, സെക്യൂർഡ് അൺസെക്യൂർഡ് ലോൺസ് എക്സെട്ര. ദെൻ കോൺട്രാക്റ്റിൻ്റെ കോപ്പി, ലീസ് അഗ്രിമെൻറ്റിൻ്റെ ഒക്കെ കോപ്പി, നെയിം ആൻഡ് അഡ്രസ് ഓഫ് മാനേജിംഗ് ഡയറക്ടർ ആൻഡ് മാനേജേഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഓഡിറ്റിംഗ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ കീപ്പ് ചെയ്യാനായിട്ട് ക്ലയൻസിന് ഓഡിറ്റർ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ്. ഇനി നെക്സ്റ്റ് എസ് ആയിട്ട് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രിപ്പറേഷൻ ബൈ ദ ഓഡിറ്റർ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനി ഓഡിറ്റർ ചെയ്യുന്ന പ്രിപ്പറേഷൻ. ഇപ്പം നമ്മൾ പറഞ്ഞത് ക്ലയൻറ്റ് കമ്പനി ചെയ്യുന്ന പ്രിപ്പറേഷൻസ് ആണ്, എന്തൊക്കെയാണ് അവർ സൂക്ഷിച്ച് വെക്കേണ്ടതെന്നുള്ളത് പറഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രിപ്പറേഷൻ ബൈ ദ ഓഡിറ്റർ. Preparation by the auditor. പ്രിപ്പറേഷൻ ബൈ ദ ഓഡിറ്ററിൽ ഒരു ഓഡിറ്റിംഗ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഓഡിറ്റർ ഒരു പ്രോഗ്രാം, അയാളുടെ വർക്ക് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഒരു പ്രോഗ്രാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, ആ പ്രിപ്പറേഷൻ്റെ ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് വൺ, ഡിവിഷൻ ഓഫ് വർക്ക്. ഡിവിഷൻ ഓഫ് വർക്ക്. ഡിവിഷൻ ഓഫ് വർക്കാണ് ഫസ്റ്റ് വൺ പറയുന്നത്. ഇതിൽ ഡിവിഷൻ ഓഫ് വർക്കിൽ പറയുന്നത് ഇപ്പോൾ ബിസിനസ്സിനെ പറ്റിയിട്ട് അതുപോലെ തന്നെ ഒരു ഡീറ്റെയിൽഡ് എൻക്വയറീസൊക്കെ നടത്തിയതിന് ശേഷം, ഒരു പ്രിലിമിനറി എൻക്വയറീസൊക്കെ നടത്തിയതിന് ശേഷം, അതുപോലെ തന്നെ ക്ലയൻറ്റിനുള്ള ഇൻസ്ട്രക്ഷൻസൊക്കെ കൊടുത്തതിന് ശേഷം ഓഡിറ്റർ എന്ത് ചെയ്യും, അവരുടെ സ്റ്റാഫ് റിക്വയർമെൻറ്റ് എത്രയാണ്. നമ്മൾ പറഞ്ഞു ഓഡിറ്റർ ഒറ്റയ്ക്കല്ല വർക്ക് ചെയ്യുക, അവർ സപ്പോർട്ടിംഗ് സ്റ്റാഫ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇനി എത്രത്തോളം ഒരു ഓഡിറ്റ് വർക്ക് കണ്ടക്ട് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള സ്റ്റാഫ് റിക്വയർമെൻറ്റ് ആണ് ഇനി പ്ലാൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൽ ജൂനിയർ സ്റ്റാഫും സീനിയർ സ്റ്റാഫൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ നോക്കേണ്ടത് എന്നുള്ളതാണ് ഇത് ഡിസൈഡ് ചെയ്യുമ്പോൾ. ദാറ്റ് മീൻസ് ഇത് സ്റ്റാഫ് റിക്വയർമെൻറ്റ് നോക്കുമ്പോൾ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് ഇനി അതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടത്. സൈസ് ആൻഡ് നേച്ചർ ഓഫ് ദ ക്ലയൻറ്റ്സ് ബിസിനസ്, അതായത് ക്ലയൻറ്റിൻ്റെ ബിസിനസ് ഏത് നേച്ചറിലുള്ള ബിസിനസ്സാണ്, അതുപോലെ തന്നെ ബിഗ് ബിസിനസ് കൺസേൺ ആണോ അല്ലെങ്കിൽ സ്മോൾ കൺസേൺ ആണോ, ഇതാണ് ഫസ്റ്റ് നോക്കുന്നത്. ദ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ഇൻ ഓപ്പറേഷൻ, അതായത് ഇപ്പോൾ അവിടെ നിലവിലുള്ള ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം എങ്ങനെയുള്ളതാണ്, ഇഫക്റ്റീവ് ആണോ അല്ലയോ. ടൈപ്പ് ഓഫ് ഓഡിറ്റ് ടു ബി ക്യാരീഡ് ഔട്ട്, വെദർ കണ്ടിന്യൂസ് ഓർ ആനുവൽ ഓഡിറ്റ്. ഇനി അവിടെ കണ്ടക്ട് ചെയ്യാൻ പോകുന്ന ഓഡിറ്റ് ഏത് തരത്തിലുള്ളതാണ്, കണ്ടിന്യൂസ് ഓഡിറ്റ് ആണോ അല്ലെങ്കിൽ ആനുവൽ ഓഡിറ്റ് ആണോ. ടൈം ഫോർ ദ കംപ്ലീഷൻ ഓഫ് ദ ഓഡിറ്റ് വർക്ക്, എത്ര ടൈം പീരീഡിൻ്റെ ഉള്ളിലാണ് ഓഡിറ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഈ 4 ഫാക്ടേഴ്സും കൺസിഡർ ചെയ്തിട്ടാണ് ഒരു ഓഡിറ്റർ എന്ത് ഡിസൈഡ് ചെയ്യുന്നത്, അവരുടെ ഓഡിറ്ററുടെ സ്റ്റാഫ് റിക്വയർമെൻറ്റ് ഡിസൈഡ് ചെയ്യുന്നത്.
അപ്പോൾ സ്റ്റാഫ് റിക്വയർമെൻറ്റ് എത്രയാണെന്നുള്ളത് ഡിസൈഡ് ചെയ്തതിന് ശേഷം ദ ഓഡിറ്റർ ഷുഡ് ഡിസ്ട്രിബ്യൂട്ട് ദ വർക്ക്. ഇനി എന്താ ചെയ്യാൻ പോണേ, അവർക്ക് നമ്മൾ പറഞ്ഞു ജൂനിയർ സ്റ്റാഫും ഉണ്ടായിരിക്കും സീനിയർ സ്റ്റാഫും ഉണ്ടായിരിക്കും. ഇനി ആ ഓഡിറ്റ് വർക്കിനെ അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് ജൂനിയർ സ്റ്റാഫിനും അതുപോലെ തന്നെ സീനിയർ സ്റ്റാഫിനും. അപ്പോൾ അവരുടെ ഓരോരുത്തരുടെയും ക്വാളിഫിക്കേഷനും അവരുടെ എക്സ്പീരിയൻസിൻ്റെയും ഒക്കെ ബേസിസിൽ ഒരു ബെറ്റർ റിസൾട്ട് കിട്ടുന്ന തരത്തിലാണ് ഈ വർക്കിനെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ നോർമൽ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ജൂനിയർ സ്റ്റാഫിനെ സാധാരണ കൊടുക്കുന്നത് ടോട്ടൽ ചെയ്യുക, അതുപോലെ തന്നെ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള വർക്കൊക്കെ ആയിരിക്കും. സീനിയർ സ്റ്റാഫിനാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡ്യൂട്ടീസ് ആയിരിക്കും അസൈൻ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ജൂനിയർ സ്റ്റാഫിനും സീനിയർ സ്റ്റാഫിനും പെർഫോം ചെയ്യേണ്ട ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് അവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്നുള്ളതാണ്. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജൂനിയർ സ്റ്റാഫിൻ്റെ ഡ്യൂട്ടീസ്. ജൂനിയർ സ്റ്റാഫിനെ പറ്റി പറയുകയാണെങ്കിൽ ജൂനിയർ ക്ലർക്സ് ആർ ഗിവൺ റെസ്പോൺസിബിലിറ്റി ഫോർ വൗച്ചിങ് ഓഫ് എൻട്രീസ്, പോസ്റ്റിംഗ് ഇൻ ടു ലെഡ്ജേഴ്സ് എക്സെട്ര. അപ്പോൾ ജൂനിയർ ക്ലർക്കാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, ഓരോ എൻട്രീസിൻ്റെയും വൗച്ചിങ്, അതായത് അതിൻ്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ട് വെരിഫൈ ചെയ്യാൻ പോകുന്നത് ഈ ജൂനിയർ സ്റ്റാഫാണ്. അതുപോലെ തന്നെ ലെഡ്ജറിലൊക്കെ പോസ്റ്റ് ചെയ്യുക, ഇതൊക്കെയാണ് അവർ ചെയ്യുന്നത്. പിന്നെ പറയുന്നത് അവർക്ക് ടോട്ടലൊക്കെ അവരെന്ത് ചെയ്യും, ചെക്ക് ചെയ്യും. അതുപോലെ ബാലൻസ് ടാലി ചെയ്തിട്ടുള്ളതൊക്കെ കറക്റ്റാണോ, ട്രയൽ ബാലൻസിൽ ഒക്കെ ടാലി ആയിട്ടുള്ളതൊക്കെ ഓക്കെ ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യും. ദെൻ നെക്സ്റ്റ് പറയുന്നത് മറ്റുള്ള ഇപ്പോൾ റുട്ടീനായിട്ട് ഒരു ഓഡിറ്റ് വർക്കിൽ റുട്ടീനായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന മറ്റെല്ലാ വർക്കുകളും അവർ പെർഫോം ചെയ്യുന്നുണ്ട്. ഇനി സപ്പോസ് എന്തെങ്കിലും ഒരു ഡൗട്ടോ അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ അവർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ജൂനിയർ സ്റ്റാഫിനെ സീനിയർ സ്റ്റാഫിൻ്റെ ഹെൽപ്പ് വാങ്ങാം. Then they should take note of entries which are not clear or doubtful and bring it to the notice of the senior staff. അപ്പോൾ ഓഡിറ്റിംഗ് വർക്ക് കണ്ടക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില എൻട്രീസിൽ അവർക്കൊരു ഡൗട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ അവർക്കത് ക്ലിയർ ആയിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ അവരത് നോട്ട് ചെയ്ത് വെച്ച് അത് സീനിയർ സ്റ്റാഫിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജൂനിയർ സ്റ്റാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജൂനിയർ സ്റ്റാഫിൻ്റെ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻട്രീസ് വൗച്ചിങ് ചെയ്യുക, അതുപോലെ തന്നെ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുക, ഇതൊക്കെയാണ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് പറയുന്നത് ടോട്ടൽസ് ഒക്കെ ചെക്ക് ചെയ്യുക, ബാലൻസ് ചെക്ക് ചെയ്യുക, അത് ടാലി ചെയ്യുക, ഇതൊക്കെയാണ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ റുട്ടീനായിട്ട് ചെയ്യുന്ന മറ്റെല്ലാ വർക്കുകളും. പിന്നെ ഡൗട്ട്സും ഡിഫിക്കൽട്ടീസും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ അവർക്ക് സീനിയർ സ്റ്റാഫിൻ്റെ ഹെൽപ്പ് തേടാം. ഇനി എന്തെങ്കിലും ക്ലിയർ ആവാത്തതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് സീനിയർ സ്റ്റാഫിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താം. ഇനി സീനിയർ സ്റ്റാഫിൻ്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സീനിയർ സ്റ്റാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെലവൻ്റ് ആയിട്ടുള്ള ഡ്യൂട്ടീസാണ് അവർക്ക് ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പോൾ സീനിയർ സ്റ്റാഫ് സാധാരണ ചെയ്യുന്നത് ചെക്കിംഗ് ഔട്ട്സ്റ്റാൻഡിങ് ആൻഡ് പ്രീപെയ്ഡ് എക്സ്പെൻസസ് ആണ്. അവരെന്ത് ചെയ്യും, ഔട്ട്സ്റ്റാൻഡിങ് പ്രീപെയ്ഡ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യുക, അക്രൂഡ് ഇൻട്രസ്റ്റ്, അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻ, ഡൗട്ട്ഫുൾ ഡെപ്റ്റിനുള്ള പ്രൊവിഷൻസ്, വാല്യുവേഷൻ, അസറ്റ് ലൈബിലിറ്റീസിൻ്റെ വാല്യുവേഷൻ, അതിൻ്റെ വെരിഫിക്കേഷൻ, അങ്ങനെ കുറച്ചും കൂടെ റെലവൻ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത് എപ്പോഴും സീനിയർ സ്റ്റാഫായിരിക്കും. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഇപ്പോൾ ജൂനിയർ സ്റ്റാഫിന് അവരാരാണ്, സൂപ്പർവൈസേഴ്സാണ്. അപ്പോൾ ജൂനിയർ സ്റ്റാഫിൻ്റെ സൂപ്പർവൈസേഴ്സായിട്ട് ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും അഡ്വൈസൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതൊക്കെ കൊടുത്തുകൊണ്ട് ഒരു സൂപ്പർവൈസർ എന്നുള്ള നിലയിലും അവർ ആക്ട് ചെയ്യുന്നുണ്ട്. ദെൻ പല സ്റ്റാഫും ചെയ്യുന്ന വർക്കിനെ അവർ കോർഡിനേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഓഡിറ്ററുമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അപ്പോൾ ഓഡിറ്ററുമായിട്ട് കോൺടാക്റ്റ് ചെയ്ത് അതൊക്കെ ആ സമയങ്ങളിൽ തന്നെ ക്ലിയർ ചെയ്ത് പോകും. ദെൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അക്കൗണ്ട്സിനെ പറ്റിയിട്ട് അവർ റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ ഓഡിറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിറ്റ് വർക്ക് ചെയ്യുന്നത് ഈ സീനിയർ സ്റ്റാഫായിരിക്കും. അതൊക്കെ ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്ത് സൈൻ ചെയ്ത് ഫൈനൽ വർക്ക് മാത്രമാണ് ഒരു ഓഡിറ്റർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ടൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരു ഓഡിറ്റ് വർക്കിൻ്റെ കംപ്ലീഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് അത് ചെയ്യുന്നത് എപ്പോഴും സീനിയർ സ്റ്റാഫായിരിക്കും. ഇപ്പോൾ ഓഡിറ്റേഴ്സിന് പറയുന്ന പോലെയാണ് അവർ എല്ലാ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്ത് അതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. ഇനി അതിൻ്റെ ഫൈനൽ സ്റ്റേജിൽ ഓഡിറ്റർ എന്ത് ചെയ്യും, ഈ ജൂനിയർ സ്റ്റാഫിൻ്റെയും സീനിയർ സ്റ്റാഫിൻ്റെയും ഒക്കെ അവർ പെർഫോം ചെയ്തിട്ടുള്ള ഡ്യൂട്ടീസ്, അവരുടെ വർക്കിനെ റിവ്യൂ ചെയ്യും.
എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് വെരിഫൈ ചെയ്യും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രജിസ്റ്റേഴ്സ് എല്ലാം ഒന്നും ഓഡിറ്റർ ചെക്ക് ചെയ്യില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രജിസ്റ്റേഴ്സ്, ഡോക്യുമെൻറ്റ്സും ബുക്സൊക്കെ ഒന്ന് റിവ്യൂ ചെയ്യും. ദെൻ എന്തെങ്കിലും ക്വറീസ്, എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻസൊക്കെ സ്റ്റാഫിന് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കും. അങ്ങനെ അവസാനം എന്ത് ചെയ്യും, ഒരു ഫൈനൽ അക്കൗണ്ട്സിൽ അതായത് സൈൻ ചെയ്ത് ഒരു ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക. ഇങ്ങനെയാണ് ഒരു ഓഡിറ്റ് വർക്ക് കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ ഡിവിഷൻ ഓഫ് വർക്കാണ് ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞത്, പ്രിപ്പറേഷൻ ബൈ ദ ഓഡിറ്ററിൽ. അതിൽ ഡിവിഷൻ ഓഫ് വർക്കിൽ നമ്മൾ പറഞ്ഞു വർക്ക് എത്രത്തോളം സ്റ്റാഫ് റിക്വയർമെൻറ്റ് ഉണ്ട് എന്നുള്ളത് എന്ത് ചെയ്യാണ്, അസർട്ടൈൻ ചെയ്യണം അല്ലേ. ജൂനിയർ സ്റ്റാഫും ഉണ്ടായിരിക്കും, സീനിയർ സ്റ്റാഫും ഉണ്ടായിരിക്കും. അപ്പോൾ ചെറിയ ചെറിയ വർക്കുകളൊക്കെയാണ് നമ്മളുടെ ജൂനിയർ സ്റ്റാഫിന് കൊടുക്കുക. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കുകളൊക്കെ കൊടുക്കുന്നത് സീനിയർ സ്റ്റാഫിനായിരിക്കും. ദെൻ അപ്പോൾ അതിൽ പറയുന്നത് സാധാരണ കേസിൽ ഇത് ഏതൊക്കെ എത്രത്തോളം സ്റ്റാഫ് റിക്വയർമെൻറ്റ് വരും എന്നുള്ളത് നോക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നോക്കുന്നത് നമ്മളുടെ ക്ലയൻറ്റിൻ്റെ അവർ കണ്ടക്ട് ചെയ്യുന്ന ബിസിനസ്സിൻ്റെ സൈസ്, ഏത് നേച്ചറിലുള്ളതാണ്, അവിടുത്തെ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം എങ്ങനെയുള്ളതാണ്, അവർ ഏത് ടൈപ്പ് ഓഡിറ്റാണ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്, അതായത് കണ്ടിന്യൂസ് ആണോ അല്ലെങ്കിൽ ആനുവൽ ഓഡിറ്റ് ആണോ, അതുപോലെ തന്നെ എത്ര ടൈമിൻ്റെ ഉള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്യണം. ഇത്രയും കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, എത്രയാണ് സ്റ്റാഫ് സ്ട്രെങ്ത്ത് എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ജൂനിയർ സ്റ്റാഫും ഉണ്ടായിരിക്കും, സീനിയർ സ്റ്റാഫും ഉണ്ടായിരിക്കും. അതിൽ ജൂനിയർ സ്റ്റാഫിനും സീനിയർ സ്റ്റാഫിനും വർക്കുകൾ അലോട്ട് ചെയ്ത് കൊടുക്കും. ജൂനിയർ സ്റ്റാഫ് ചെയ്യുന്നത് ഇപ്പോൾ എൻട്രീസിൻ്റെ വൗച്ചിങ്, അതുപോലെ തന്നെ ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്യുക, അങ്ങനെ പിന്നെ ട്രയൽ ബാലൻസ് ചെക്ക് ചെയ്യുക, ബാലൻസ് ഒക്കെ ആയിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. ദെൻ എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ അവർ ഫേസ് ചെയ്യുകയാണെങ്കിൽ സീനിയർ സ്റ്റാഫിൻ്റെ അഡ്വൈസ് എടുക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണെങ്കിൽ അത് നോട്ട് ചെയ്ത് സീനിയർ സ്റ്റാഫിൻ്റെ ശ്രദ്ധയിൽ പെടുത്തുക. ഇതൊക്കെയാണ് സാധാരണ ജൂനിയർ സ്റ്റാഫ് ചെയ്യുക. ഇനി സീനിയർ സ്റ്റാഫിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറച്ചും കൂടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുക. ഇപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് പ്രീപെയ്ഡ് എക്സ്പെൻസ് ഒക്കെ ചെക്ക് ചെയ്യുക, അക്രൂഡ് ഇൻട്രസ്റ്റ്, ഡിപ്രീസിയേഷൻ വെരിഫൈ ചെയ്യുക, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്, അസറ്റിൻ്റെയും ലയബിലിറ്റീസിൻ്റെയും വാല്യുവേഷൻ, അതിൻ്റെ വെരിഫിക്കേഷൻ, അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സീനിയർ സ്റ്റാഫ് ചെയ്യും. പിന്നെ ജൂനിയർ സ്റ്റാഫിൻ്റെ സൂപ്പർവൈസറായിട്ട് അവർ ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഓരോ സ്റ്റാഫിൻ്റെയും വർക്കിനെ അവർ കോർഡിനേറ്റ് ചെയ്യും. ഓഡിറ്ററുമായിട്ട് എപ്പോഴും കോൺടാക്റ്റ് ചെയ്ത് എല്ലാം ക്ലിയർ ചെയ്യും. പിന്നെ പറയുന്നത് അക്കൗണ്ട്സൊക്കെ, ഫൈനൽ അക്കൗണ്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യും. അതായത് ഓഡിറ്ററുടെ പോളിസി പ്രകാരം എന്താണോ ഓഡിറ്റർ പറയുന്നത് അതിനനുസരിച്ചിട്ട് ഫൈനൽ അക്കൗണ്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യും. അപ്പോൾ അവസാന സ്റ്റേജിൽ ചെയ്യുന്നത് ഓഡിറ്ററുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിറ്റർ ജൂനിയർ സ്റ്റാഫിൻ്റെയും സീനിയർ സ്റ്റാഫിൻ്റെയും വർക്കിനെ ഒന്ന് റിവ്യൂ ചെയ്യും. എന്നിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഒന്നും കൂടെ വെരിഫൈ ചെയ്യും. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രജിസ്റ്റേഴ്സ്, ഡോക്യുമെൻറ്റ്സ്, ബുക്സൊക്കെ ഒന്ന് വെരിഫൈ ചെയ്യും. എന്നിട്ട് എന്തെങ്കിലും ഇപ്പോൾ ജൂനിയർ സ്റ്റാഫിന് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കും. അതിനുശേഷം ഓഡിറ്റർ എന്ത് ചെയ്യും, ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്ത് അതിൽ സൈൻ ചെയ്ത് ഓഡിറ്റ് റിപ്പോർട്ട് ആക്കുകയാണ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, അപ്പോൾ നമ്മൾ ഡിവിഷൻ ഓഫ് വർക്ക് എന്താണെന്നുള്ളത് പഠിച്ചു. ഇനി ഓഡിറ്റ് പ്രോഗ്രാമാണ് അടുത്തത്. ഓഡിറ്റ് പ്രോഗ്രാമാണ്. അപ്പോൾ ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്, അപ്പോൾ ആക്ച്വൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു വർക്കിൻ്റെ പ്രോഗ്രാം ഓഫ് വർക്ക് പ്രിപ്പയർ ചെയ്യും. ഓഡിറ്റർ എന്ത് ചെയ്യും, പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. അതിൽ എങ്ങനെയാണ് പ്രോഗ്രാംസ് എന്നുള്ളത്, എന്തൊക്കെയാണ് ഒരു ഓഡിറ്റിംഗ് സ്റ്റാർട്ടിങ് തൊട്ട് അവസാനം വരെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഏതൊക്കെ ഫോർമാറ്റിൽ ഫോളോ ചെയ്യണം, അതിൻ്റെ ഏകദേശം ഒരു പ്രോഗ്രാം ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡീറ്റെയിൽഡ് സ്റ്റേറ്റ്മെൻറ്റ് ഗിവിങ് ഫുൾ ഇൻസ്ട്രക്ഷൻ. എല്ലാ ഇൻസ്ട്രക്ഷൻസും അതിൽ വന്നിട്ടുണ്ടാവും. എല്ലാ ഹിൻറ്റുകൾ, ഗൈഡൻസ്, പ്രൊസീജിയേഴ്സ് അല്ലേ, ഓഡിറ്റ് സ്റ്റാഫ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും, എങ്ങനെയാണ് ഒരു ഓഡിറ്റ് വർക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് പറയുന്ന എല്ലാ ഡീറ്റെയിൽസും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡെഫിനിഷനായിട്ട് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ എ ഡീറ്റെയിൽഡ് പ്ലാൻ ഓഫ് ദ ഓഡിറ്റ് വർക്ക് ടു ബി പെർഫോംഡ്. നമ്മൾ ചെയ്യാൻ പോകുന്ന ഓഡിറ്റ് വർക്കിൻ്റെ ഒരു ഡീറ്റെയിൽഡ് പ്ലാനാണ്. സ്പെസിഫയിങ് ദ പ്രൊസീജിയർ ടു ബി ഫോളോഡ് ഇൻ വെരിഫിക്കേഷൻ ഓഫ് ഈച്ച് ഐറ്റം ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്.
നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വെരിഫൈ ചെയ്യുമ്പോൾ അതിൽ ഓരോ ഐറ്റവും വെരിഫൈ ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട പ്രൊസീജിയേഴ്സൊക്കെ അതിൽ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. ആൻഡ് ഗിവിങ് ദ എസ്റ്റിമേറ്റഡ് ടൈം റിക്വയർഡ്, എത്ര ടൈമിൻ്റെ ഉള്ളിലാണ് നമ്മളിത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു ഡീറ്റെയിൽഡ് പ്ലാനിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു ഓഡിറ്റ് വർക്ക് കണ്ടക്ട് ചെയ്യുന്നതിന് മുന്നേ പ്രീ പ്ലാൻഡ് ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. ഒരു ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്കിൻ്റെ ഒരു ഔട്ട്ലൈൻ പ്രിപ്പയർ ചെയ്യുക, ഓഡിറ്റർ പ്രിപ്പയർ ചെയ്യുന്നതാണ്. ഇനി ഓഡിറ്റ് പ്രോഗ്രാംസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് കോളംസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടാണ് ഓഡിറ്റ് പ്രോഗ്രാം നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അതായത് ടൈപ്പ് ഓഫ് വർക്ക്, ഏത് ഓരോ ടൈപ്പ് വർക്ക്, അതുപോലെ തന്നെ ആ വർക്ക് പെർഫോം, ഒരു കോളം ടൈപ്പ് ഓഫ് വർക്ക്, അടുത്ത കോളം എന്ന് പറയുന്നത് ആ വർക്ക് ആരാണോ പെർഫോം ചെയ്യാൻ പോകുന്നത്, പിന്നെ ഡേറ്റ്, ആ വർക്ക് സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ്, എന്നാണോ ആ വർക്ക് ഫിനിഷ് ചെയ്യുന്ന ഡേറ്റ്, അങ്ങനെ ഓരോന്നിനും സെപ്പറേറ്റ് കോളംസ് പ്രൊവൈഡ് ചെയ്തിട്ടാണ് അതിൽ കൊടുക്കുന്നത്. അതിൽ ഓരോ ഓഡിറ്റ് ക്ലർക്കും അല്ലെങ്കിൽ അസിസ്റ്റൻസും അവരുടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും, അതിൽ അവരുടെ സിഗ്നേച്ചർ, ഓരോ കോളത്തിലും സിഗ്നേച്ചർ പ്രൊവൈഡ് ചെയ്യും. ദെൻ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ആ ഒരു വർക്കിൻ്റെ റെസ്പോൺസിബിലിറ്റി, അതിൻ്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾ ആരാണെന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ ഒരു സ്പെസിമെൻ, ഓഡിറ്റ് പ്രോഗ്രാമിൻ്റെ ഒരു സ്പെസിമെൻ നമുക്ക് ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ സ്പെസിമെനായിട്ട് നമുക്ക് പറയുന്നത്. അതിൽ പറയുന്നുണ്ട് വർക്ക്, ഫസ്റ്റ് സീരിയൽ നമ്പറിൻ്റെ കോളം, ദെൻ വർക്ക് പെർഫോംഡ്, ഓരോ വർക്ക് ടൈപ്പ് ഓഫ് വർക്കാണ് ഫസ്റ്റ് കോളത്തിൽ കൊടുക്കുന്നത്, എന്തൊക്കെ വർക്കാണ്. ദെൻ അതിൽ മന്ത് കൊടുത്തിട്ടുണ്ട്, ഓരോ മന്തിലും ആരൊക്കെയാണ് അത് പെർഫോം ചെയ്യുന്നത് അവരതിൽ സൈൻ ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഓഡിറ്റ് പ്രോഗ്രാം പ്രിപ്പയർ ചെയ്യുക. ഇനി ടൈപ്സ് ഓഫ് ഓഡിറ്റ് പ്രോഗ്രാം, എങ്ങനെയാണ് ഓഡിറ്റ് പ്രോഗ്രാമിൻ്റെ ടൈപ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. 2 തരത്തിലാണ് ഓഡിറ്റ് പ്രോഗ്രാം ഉള്ളത്. ഫിക്സഡ് ഓഡിറ്റ് പ്രോഗ്രാമും ഉണ്ട്, അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ ഓഡിറ്റ് പ്രോഗ്രാമും ഉണ്ട്. അതിൽ ഫസ്റ്റത്തെ ഫിക്സഡ് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പ്രീ പ്ലാൻഡ് ആണ്, ടൈലർ മെയ്ഡ് എന്നൊക്കെയാണ് അതിനെ പറയുക. കാരണം ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഇൻ അഡ്വാൻസ്, ഫിക്സഡ് ഓഡിറ്റ് പ്രോഗ്രാം. ഫ്ലെക്സിബിൾ ഓഡിറ്റ് പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ അത് പ്രോഗ്രസീവ് ഓഡിറ്റ് പ്രോഗ്രാമാണ്, കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു കണ്ടിജൻസി ഒക്കെ വരികയാണെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ, എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫ്ലെക്സിബിൾ ഓഡിറ്റ് പ്രോഗ്രാമിൽ നമുക്ക് ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ ടൈപ്പ് ഓഫ് ഓഡിറ്റ് പ്രോഗ്രാം 2 തരത്തിലാണുള്ളത്, ഫിക്സഡ് ഓഡിറ്റ് പ്രോഗ്രാമും ഫ്ലെക്സിബിൾ ഓഡിറ്റ് പ്രോഗ്രാം. ഫിക്സഡ് ഓഡിറ്റ് പ്രോഗ്രാം പ്രീ പ്ലാൻഡ് ആണ്, ടൈലർ മെയ്ഡ് എന്നൊക്കെയാണ് പറയുക, ബിക്കോസ് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഇൻ അഡ്വാൻസ്. ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കണ്ടിജൻസി ഒക്കെ വരുമ്പോൾ അതിൽ ചേഞ്ചസ് വരുത്താൻ സാധിക്കുന്നതാണ്. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റ് പ്രോഗ്രാം. എന്താണ് ഓഡിറ്റ് പ്രോഗ്രാമിൻ്റെ അഡ്വാൻറ്റേജസ്? എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഓഡിറ്റ് പ്രോഗ്രാമിന് ഉള്ളത്? അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ പറയുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് audit program. First one, provides clear instruction to the audit assistants. Provide clear instructions to audit assistants. ഓഡിറ്റ് അസിസ്റ്റൻസിന് ക്ലിയർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ട്. ഓഡിറ്റ് പ്രോഗ്രാം പ്രൊവൈഡ്സ് ഓഡിറ്റ് അസിസ്റ്റൻസ് സെറ്റ് ഓഫ് ക്ലിയർ ഇൻസ്ട്രക്ഷൻ അബൌട്ട് ദെയർ ഡ്യൂട്ടീസ്. എന്തൊക്കെയാണ് ഓരോ ഓഡിറ്റ് സ്റ്റാഫിൻ്റെയും ഡ്യൂട്ടീസ് എന്നുള്ളതിനെ പറ്റിയിട്ട് ക്ലിയർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ഈ ഓഡിറ്റ് പ്രോഗ്രാമിൽ പറയുന്നുണ്ട്. നെക്സ്റ്റ്, പ്രൊവൈഡ് ഡിവിഷൻ ഓഫ് വർക്കാണ്. പ്രൊവൈഡ് ഡിവിഷൻ ഓഫ് വർക്ക്. ഇനി ചെയ്യാൻ പോകുന്നത് വർക്കിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഓഡിറ്റ് സ്റ്റാഫിൽ വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്ത് ആർക്കൊക്കെ എന്തൊക്കെ വർക്കാണെന്നുള്ളത് അലോട്ട് ചെയ്ത് കൊടുക്കുക. അണ്ടർസ്റ്റാൻഡ് ദ വർക്ക് ഡൺ.
understand the work done. ഇതിൽ പറയുന്നത് ഓഡിറ്റർക്ക് ഓരോരുത്തരും ഓരോ സ്റ്റാഫും ചെയ്ത വർക്ക് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഓഡിറ്റർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് ഒരു ഓഡിറ്റ് വർക്ക് പ്രോഗ്രസ് ചെയ്യുന്നത്, അതിൽ ആരൊക്കെ എന്തൊക്കെ വർക്ക് ചെയ്തു എന്നുള്ളത് ഓഡിറ്റർക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് ഈ ഓഡിറ്റ് പ്രോഗ്രാമിൽ കൂടെ സാധിക്കും. നെക്സ്റ്റ്, ഫിക്സ് റെസ്പോൺസിബിലിറ്റി ഓൺ ദ ഓഡിറ്റ് അസിസ്റ്റൻസ്. ഫിക്സ് responsibility on the audit assistants. ഇതിൽ പറയുന്നത് നമ്മൾ പറഞ്ഞു ഓരോരുത്തരും ചെയ്ത വർക്ക് ഓരോ കോളമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ നേരെ അവരുടെ പേരുണ്ടാവും, അവർ സൈൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ വർക്കിൻ്റെയും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആരാളാണ് എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് ഈ ഓഡിറ്റ് പ്രോഗ്രാമിൽ നിന്നും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ്, സെർവ് ആസ് എ വാല്യുബിൾ എവിഡൻസ്. നെക്സ്റ്റ് വൺ എവിഡൻസ് ആണ്. എങ്ങനെയാണ് എവിഡൻസ് ആണെന്ന് പറയാൻ എന്താ കാരണം? അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് ഇപ്പോൾ ഓഡിറ്റർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു കേസ് വരികയോ അല്ലെങ്കിൽ ഓഡിറ്ററുടെ ഭാഗത്തു നിന്ന് ഒരു നെഗ്ലിജൻസ് വന്നു എന്ന് പറയുന്ന ഒരു എലിഗേഷൻ, എന്തെങ്കിലും ഒരു ആരോപണമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ആയിട്ട് ഇങ്ങനെയാണ് നമ്മൾ ഓഡിറ്റ് വർക്ക് കണ്ടക്ട് ചെയ്ത് എന്ന് നമുക്ക് ഒരു എവിഡൻസ് ആയിട്ട് കാണിക്കാനായിട്ട് സാധിക്കും. അതായത് നല്ല രീതിയിൽ നമ്മൾ വർക്ക് പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഭാഗം ഓക്കെയാണ്, ഈ ഓഡിറ്റ് പ്രോഗ്രാം പോലെ തന്നെയാണ് വർക്ക് പോയിട്ടുള്ളത് എന്ന് കാണിക്കാം. അങ്ങനെയുള്ളൊരു എവിഡൻസ് ആയിട്ട് നമുക്ക് ഓഡിറ്റ് പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. സെർവ് ആസ് എ ഗൈഡൻസ്. സെർവ് ആസ് എ ഗൈഡൻസ്. സെർവ് ആസ് എ ഗൈഡൻസിൽ പറയുന്നത് ഇപ്പോൾ ഫ്യൂച്ചർ ഓഡിറ്റ്, നമുക്ക് ഇനിയും നമ്മൾ ഓഡിറ്റിംഗ് ചെയ്യില്ല, ഒരു വർഷം മാത്രമല്ല ഓഡിറ്റിംഗ് കണ്ടക്ട് ചെയ്യുക, ഫ്യൂച്ചറിൽ നമ്മൾ ഓഡിറ്റിംഗ് കണ്ടക്ട് ചെയ്യുമ്പോൾ ഒരു ഗൈഡൻസ് എന്നുള്ള നിലയിലും നമ്മളുടെ പ്രീവിയസ് ഇയറിലെ ഓഡിറ്റ് പ്രോഗ്രാം നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് ഓഡിറ്റ് വർക്കാണ് നെക്സ്റ്റ് അഡ്വാൻറ്റേജ്. കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് വർക്ക്. നെക്സ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഓഡിറ്റ് പ്രോഗ്രാം നമുക്ക് അതിൽ ഒരു കണ്ടിന്യൂറ്റി ഉണ്ട് അല്ലേ, എങ്ങനെ ഇന്നത് കഴിഞ്ഞാൽ ഇന്നത് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്. സോ നമ്മുടെ ഓഡിറ്റ് വർക്കിന് നമുക്കൊരു കണ്ടിന്യൂസ് ഫ്ലോ കിട്ടും ഓഡിറ്റ് പ്രോഗ്രാം പോലെ തന്നെ നമ്മൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. സപ്പോസ് അപ്പോൾ നമ്മളുടെ സ്റ്റാഫ് ഒരു ലീവിന് പോയാൽ പോലും നമുക്ക് എന്ത് ചെയ്യാം, ഓഡിറ്റ് പ്രോഗ്രാം ചെയ്ത പോലെ തന്നെ എന്താണ് നെക്സ്റ്റ് വർക്ക് എന്നുള്ളത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ടൊക്കെ വർക്ക് കണ്ടിന്യൂസ് ആയിട്ട് പോകാനായിട്ട് സാധിക്കും. ബ്രിങ്സ് യൂണിഫോമിറ്റി ഇൻ ഓഡിറ്റിംഗ്. ബ്രിങ്സ് യൂണിഫോമിറ്റി. അപ്പോൾ അടുത്തതിൽ നമ്മൾ പറയുന്നത് ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. എങ്ങനെയാണ് യൂണിഫോമിറ്റി കൊണ്ടുവരിക? അതായത് ഓഡിറ്റ് വർക്കിൽ കറക്റ്റായിട്ടൊരു ഓഡിറ്റ് പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ എപ്പോൾ ഓഡിറ്റ് വർക്ക് ചെയ്യുകയാണെങ്കിലും അത് യൂണിഫോം ആയിട്ടാണ് പോവുക, ഒരേപോലെ തന്നെ ആയിരിക്കും ഫോളോ ചെയ്യുന്നുണ്ടാവുക. ദെൻ ഇഫക്റ്റീവ് കൺട്രോൾ ആണ് നെക്സ്റ്റ് വൺ. ഇഫക്റ്റീവ് കൺട്രോൾ. ഇഫക്റ്റീവായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ദ ഓഡിറ്റർ, അതായത് ഇപ്പോൾ എന്തെങ്കിലും ഓഡിറ്റ് അസിസ്റ്റൻസിന് നമ്മൾക്ക് എപ്പോഴും ഇൻസ്ട്രക്ഷൻസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻസ്ട്രക്ഷൻസൊക്കെ കറക്റ്റായിട്ട് കൊടുത്തു വെച്ചിട്ടുണ്ട് ഓഡിറ്റ് പ്രോഗ്രാമിൽ. സോ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇൻസ്ട്രക്ഷൻ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ദെൻ എൻഷുർ അഡ്ഹിയറൻസ് ടു ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഓഡിറ്റിംഗ്. എൻഷുർ adherence to the principles of auditing. ഇതിൽ പറയുന്നത് എ വെൽ പ്രിപ്പയർഡ് ഓഡിറ്റ് പ്രോഗ്രാംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഓഡിറ്റിംഗ് പ്രിൻസിപ്പിൾസൊക്കെ നമുക്ക് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തുകൊണ്ട് നമ്മൾ പോകും.
അപ്പോൾ ഇത്രയാണ് നമുക്ക് ഓഡിറ്റ് പ്രോഗ്രാമിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ്? പ്രൊവൈഡ് ക്ലിയർ ഇൻസ്ട്രക്ഷൻ ടു ഓഡിറ്റ് അസിസ്റ്റൻസ്. ഓഡിറ്റ് പ്രോഗ്രാമിൽ ഓഡിറ്റ് അസിസ്റ്റൻസ് എന്തൊക്കെ ഡ്യൂട്ടീസ് പെർഫോം ചെയ്യണം എന്നുള്ളതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും. പ്രൊവൈഡ് ഡിവിഷൻ ഓഫ് വർക്ക്. ഓരോരുത്തർക്കും എന്തൊക്കെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ് ഉള്ളതെന്നുള്ളത് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അണ്ടർസ്റ്റാൻഡ് ദ വർക്ക് ഡൺ. ഓരോരുത്തരും ചെയ്യുന്ന വർക്ക് എന്താണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഫിക്സ് റെസ്പോൺസിബിലിറ്റി ഓൺ ദ ഓഡിറ്റ് അസിസ്റ്റൻസ്. നമ്മൾ പറഞ്ഞു കോളം വൈസ് ആണ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിൽ നമുക്ക് ഓരോരുത്തരും ചെയ്ത വർക്ക്, ഒരു വർക്ക് മോശമായാലും അല്ലെങ്കിൽ അത് നന്നായാലും അത് ആരാണ് ചെയ്തത് എന്നുള്ളതിൻ്റെ റെസ്പോൺസിബിലിറ്റി നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. then അതൊരു എവിഡൻസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഏതെങ്കിലും തരത്തിൽ ഓഡിറ്ററുടെ ഭാഗത്തു നിന്ന് ഒരു നെഗ്ലിജൻസ് ഡ്യൂട്ടിയിൽ വന്നു എന്നുള്ളൊരു അലിഗേഷൻ വരികയാണെങ്കിൽ ഓഡിറ്റ് പ്രോഗ്രാം പോലെ തന്നെയാണ് ഫോളോ ചെയ്തിട്ടുള്ളത് എന്ന് കാണിക്കുന്ന അതിനുള്ളൊരു എവിഡൻസ് ആയിട്ട് യൂസ് ചെയ്യാം. സെർവ് ആസ് എ ഗൈഡൻസ്. ഫ്യൂച്ചറിലെ ഓഡിറ്റിന് ഒരു ഗൈഡൻസ് ആണ്. ദെൻ കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് വർക്കാണ്. അതിന് ഒരു കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കും. സപ്പോസ് നമ്മളുടെ ഓഡിറ്റിംഗ് സ്റ്റാഫ് ലീവാണെങ്കിൽ പോലും വർക്കൊന്നും ഇൻട്രപ്റ്റഡ് ആവുന്നില്ല, കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. ബ്രിങ്സ് യൂണിഫോമിറ്റി. അതിന് ഒരു യൂണിഫോം പ്രൊസീജിയറിലാണ് വർക്ക് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതിന് യൂണിഫോമിറ്റി ഉണ്ടായിരിക്കും. ഇഫക്റ്റീവ് കൺട്രോൾ ആണ്. ഇഫക്റ്റീവ് കൺട്രോൾ എന്ന് പറയാൻ കാരണം നമുക്ക് ഓഡിറ്റ് സ്റ്റാഫിന് നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇൻസ്ട്രക്ഷൻസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണ്. എൻഷുർ അഡ്ഹിയറൻസ് ടു ദ പ്രിൻസിപ്പിൾസ് ഓഫ് അക്കൗണ്ടിങ്. ഓഡിറ്റിംഗ്. അതിൽ പറയുന്നുണ്ട് വെൽ പ്രിപ്പയർഡ് ഓഡിറ്റ് പ്രോഗ്രാംസ് നമ്മളുടെ സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടിങ് ഓഡിറ്റിംഗ് പ്രിൻസിപ്പിൾസ് ഒക്കെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിരിക്കും. ഇത്രയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയാനുള്ളത്. ഇനി ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റ് പ്രോഗ്രാമാണ്. ഓഡിറ്റ് പ്രോഗ്രാമിന് എന്തെങ്കിലും ലിമിറ്റേഷൻസ് ഉണ്ടോ? അതാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലിമിറ്റേഷൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ പറയുന്നത് ഓഡിറ്റ് വർക്ക് എപ്പോഴും ഒരു സ്റ്റീരിയോ ടൈപ്ഡായി മാറും, ഒരു മെക്കാനിക്കൽ വർക്കായിട്ട് മാറും. കാരണം ഇതെല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് നമുക്കതിൽ ഒരു ചേഞ്ചസ് കൊണ്ടുവരിക എന്ന് പറയുന്നത് പറ്റും, ഫ്ലെക്സിബിൾ ആണെങ്കിൽ പറ്റും. പക്ഷേ എന്നാൽ പോലും ഒരു സ്റ്റീരിയോ ടൈപ്ഡായിട്ട് മെക്കാനിക്കൽ വർക്കായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. സോ ഒരിക്കലും ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു വർക്കർക്ക് അയാളുടെ ഒരു എക്സ്പെർട്ടൈസോ അല്ലെങ്കിൽ അയാളുടെ ഒരു ഇനീഷ്യേറ്റീവോ പുറത്തെടുക്കാനുള്ള ഒരു ചാൻസ് ഇല്ല. എന്താണോ ഓഡിറ്റ് പ്രോഗ്രാമിൽ പറയുന്നത് അത് തന്നെയാണ് അയാൾ ഫോളോ ചെയ്യേണ്ടത്. അയാളുടെ ഭാഗത്തു നിന്നുള്ളൊരു കോൺട്രിബ്യൂഷൻ അതിനുള്ള ഒരു ചാൻസ് അവിടെ കുറവാണ്. നെക്സ്റ്റ് പറയുന്നത് സംടൈംസ് ദ ഓഡിറ്റ് അസിസ്റ്റൻസ് വിൽ ഹാവ് ടു ഡു ദ വർക്ക് ഇൻ ഹേസ്റ്റ്. അല്ലേ, ഓഡിറ്റ് പ്രോഗ്രാമിൽ ഓരോ വർക്കിനും ഓരോ ടൈം പീരീഡ് കൊടുത്തിട്ടുണ്ടാവും. സോ ഓഡിറ്റ് വർക്ക് ആ ടൈം പീരീഡിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് വളരെ തിരക്ക് പിടിച്ചിട്ട് ഓഡിറ്റ് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ആ വർക്ക് ആ ഒരു സ്റ്റിപ്പുലേറ്റഡ് പീരീഡ് ഓഫ് ടൈമിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈച്ച് ബിസിനസ് മേ ഹാവ് ഡിഫറെൻറ്റ് പ്രോബ്ലം ആൻഡ് പ്രൊസീജിയർ. അല്ലേ, നമ്മൾ ഓഡിറ്റ് പ്രോഗ്രാം എല്ലാ ക്ലയൻസിനും ഒരേപോലെയാണ് പ്രിപ്പയർ ചെയ്ത് വെക്കണേ. പക്ഷേ എല്ലാ ബിസിനസ്സും ഒരേ നേച്ചറിലും ഒരേ സൈസിലുള്ളതാണോ? അല്ല, അതിന് ഡിഫറൻസ് ഉണ്ടായിരിക്കും. സോ ഓരോരുത്തരും ഓരോ ബിസിനസ്സും ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ഡിഫറെൻ്റ് ആണ്. സോ ഒരു റിജിഡ് പ്രോഗ്രാം ചെയ്ത് വെക്കുന്നതിൽ കാര്യമില്ല. ഇനി ഇൻഎഫിഷ്യൻ്റ് ഓഡിറ്റ് അസിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് അവരുടെ ഡെഫിഷ്യൻസീനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ്. കാരണം in their own work on the ground that no specific instruction is given in the audit program. ഇപ്പോൾ അയാൾ ചെയ്യേണ്ട ഒരു ഡ്യൂട്ടിയാണ്, പക്ഷേ ഓഡിറ്റ് പ്രോഗ്രാമിൽ അത് മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യില്ല, ആ വർക്ക് അയാൾ ചെയ്യില്ല. കാരണം അയാൾക്ക് അവിടെ ഡിഫെൻഡ് ചെയ്ത് നിൽക്കാൻ പറ്റും. കാരണം ഓഡിറ്റ് പ്രോഗ്രാമിൽ അത് പറഞ്ഞിട്ടില്ല, മെൻഷൻ ചെയ്തിട്ടില്ല. സോ അതുകൊണ്ട് ഞാനത് ചെയ്തില്ല. അപ്പോൾ ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരു മാർഗം കൂടിയാണ് ഓഡിറ്റ് പ്രോഗ്രാം. ഒരു ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള മടി പിടിച്ച ഒരു വർക്കറാണെങ്കിൽ അയാൾക്ക് അതിൽ നിന്നും എസ്കേപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് പറഞ്ഞു. ഒരു സ്റ്റീരിയോ ടൈപ്ഡ് ഒരു മെക്കാനിക്കൽ വർക്കായിട്ട് മാറും. ഒരിക്കലും ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്റ്റാഫിന് അയാളുടെ എക്സ്പെർട്ടൈസോ അല്ലെങ്കിൽ അയാളുടെ ഇനീഷ്യേറ്റീവോ ഒന്നും പുറത്തെടുക്കാനായിട്ട് പറ്റില്ല. ഓഡിറ്റ് പ്രോഗ്രാമിൽ എന്താണോ പറയുന്നത് അത് തന്നെ ഫോളോ ചെയ്യണം. രണ്ടാമത്തെ കേസിൽ പറയുന്നത് ഇപ്പോൾ ഒരു സ്റ്റിപ്പുലേറ്റഡ് പീരീഡ് ഓഫ് ടൈമിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ ധൃതി പിടിച്ചിട്ട് ആ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. നെക്സ്റ്റ് പറയുന്നത് ഓരോ ബിസിനസ്സിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഫേസ് ചെയ്യാനായിട്ടുള്ളത്. സോ ഒരു റിജിഡ് പ്രോഗ്രാം ചെയ്ത് വെക്കുന്നതിൽ അർത്ഥമില്ല. നെക്സ്റ്റ് ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു അസിസ്റ്റൻറ്റ് സ്റ്റാഫാണെന്നുണ്ടെങ്കിൽ അയാളുടെ പല ഡ്യൂട്ടീസിൽ നിന്നും എസ്കേപ്പ് ചെയ്യാം. എന്ത് പറഞ്ഞിട്ട്, ഓഡിറ്റ് പ്രോഗ്രാമിൽ അത് മെൻഷൻ ചെയ്യാത്തത് കൊണ്ടാണ് ഞാൻ ആ ഡ്യൂട്ടി പെർഫോം ചെയ്യാതിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എസ്കേപ്പ് ചെയ്യാനുള്ള ഒരു സാഹചര്യം കൂടെ ഓഡിറ്റ് പ്രോഗ്രാമിൽ കിട്ടുന്നുണ്ട്.
സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇൻസ്ട്രക്ഷൻ ടു ദ ക്ലയൻറ്റ്സ് അല്ലേ, അതായത് ക്ലയൻസിന് ഒരു ഓഡിറ്റ് വർക്ക് ചെയ്യുന്നതിന് മുന്നേ ക്ലയൻറ്റ് കമ്പനി എന്തൊക്കെ ഡീറ്റെയിൽസ് കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം എന്നുള്ളതിനെ പറ്റി പറഞ്ഞു. പിന്നെ ഓഡിറ്ററുടെ പ്രിപ്പറേഷൻ എങ്ങനെയൊക്കെയാണ് ഒരു ഓഡിറ്റർ പ്രിപ്പയർ ചെയ്യേണ്ടത്. അതിൽ ഫസ്റ്റ് പറഞ്ഞത് ഡിവിഷൻ ഓഫ് വർക്കാണ്. വർക്കിനെ ജൂനിയർ സ്റ്റാഫിനും സീനിയർ സ്റ്റാഫിനും വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതെങ്ങനെയൊക്കെയാണെന്നുള്ളത് പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ കേസിൽ ഓഡിറ്റ് പ്രോഗ്രാമിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. എന്താണ് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞു. ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് എത്ര ടൈമിൻ്റെ ഉള്ളിൽ ചെയ്യുന്ന വർക്കിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്ലാൻ, അതിനെയാണ് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് തരത്തിലുള്ള ഓഡിറ്റ് പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞു. ഫിക്സഡും ഉണ്ട്, ഫ്ലെക്സിബിളും ഉണ്ട്. ഫിക്സഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ടൈലർ മെയ്ഡ് ആണ്, ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഇൻ അഡ്വാൻസ്. ഫ്ലെക്സിബിൾ ആകുമ്പോൾ അതിൽ ചേഞ്ചസ് വരുത്താൻ പറ്റും. പിന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, അതിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. സോ ദാറ്റ്സ് ഫോർ ടുഡേ. താങ്ക് യു.